താരസംഘടന അമ്മയിലെ തർക്കത്തിൽ അൻസിബയുടെ പരാതി സംഘടന കേൾക്കും. ടിനി ടോമിനെതിരെ അടക്കമുള്ള പരാതിയാണ് കേൾക്കുക. ജൂൺ ആദ്യം നേരിട്ടെത്താൻ അൻസിബയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തെളിവുകളുണ്ടെങ്കിൽ അതും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്തിക്കണം എന്നും നിർദ്ദേശമുണ്ട്. അതേസമയം തന്റെ പരാതി കേൾക്കാൻ സമിതി രൂപീകരിക്കണം എന്നാണ് അൻസിബയുടെ ആവശ്യം. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ. നവമി, അൻസിബ ഉയർത്തിയ കാര്യങ്ങൾ അതിൽ ചെവി കൊടുക്കാം അല്ലെങ്കിൽ അതിന് എന്താണ് എന്ന് കേൾക്കാം എന്നുള്ളതാണോ ഇപ്പോൾ അമ്മയുടെ നിലപാട്? എൽദോ, ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഹൻസിബയുടെ ചില വെളിപ്പെടുത്തലോടുകൂടി അമ്മയിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി. പൊതുസമൂഹത്തിന് മുന്നിൽ അമ്മ സംഘടനയെ വളരെ മോശമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഹൻസിബയുടെ ഭാഗത്തു നിന്നും ഈ ആരോപണ വിധേയരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായി എന്ന് മുതിർന്ന താരങ്ങളടക്കം വിലയിരുത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു. എന്തായാലും ആ സംഭവത്തിനൊടുവിൽ പ്രസിഡന്റ് ശ്വേത മേനോൻ തന്നെ ഹൻസിബയ്ക്കും മറ്റ് ആളുകൾക്കും, അതായത് ഈ ഹൻസിബ പരാതി ഉന്നയിച്ച ആരോപണ വിധേയരായിട്ടുള്ള ടിനി ടോം, ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ളവർക്കും ഉണ്ണി ശിവപാൽ അടക്കമുള്ളവർക്കൊക്കെ ഈ വിഷയങ്ങൾ എന്താണ് ഇവർക്ക് പറയാനുള്ളത്, എന്താണ് ഇവരുടെ ആരോപണത്തിൽ, ഹൻസിബയുടെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നീ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരോട് പരാതിക്കാരിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1, 2, 3 ഈ 3 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം അമ്മ ഓഫീസിലെത്തണം. ആ സമയത്ത് ടിനി ടോമിനെതിരെയോ ലക്ഷ്മിപ്രിയക്കെതിരെയോ പക്കൽ തെളിവുണ്ടെങ്കിൽ അതുകൂടി ഹാജരാക്കണം എന്നാണ് അൻസിബയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അൻസിബ അതിന് മറുപടിയായി നൽകിയത് 1-ാം തീയതി തനിക്ക് 1-ാം തീയതി വരാം, അല്ല എന്നുണ്ടെങ്കിൽ 7-ാം തീയതി കഴിഞ്ഞിട്ട് മാത്രമേ തനിക്ക് ഈ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയുകയുള്ളൂ എന്നാണ് അൻസിബ മറുപടി നൽകിയത്. മറ്റൊരു കാര്യം കൂടി അൻസിബ പറയുന്നുണ്ട്. താൻ ആരോപണം ഉന്നയിച്ചത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിലാണ്. ഈ അംഗങ്ങൾ തന്നെ തന്റെ പരാതി കേൾക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല, തനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നിഷ്പക്ഷരായി നിൽക്കുന്നത്. അതായത് 3 പേരുടെ പേര് കൂടി അൻസിബ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നടൻ രമേശ് പിഷാരടി, മറ്റൊന്ന് മാലാ പാർവതി, അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ. ഇവർ 3 പേരും അടങ്ങുന്ന ഒരു കമ്മിറ്റി, അല്ലെങ്കിൽ ഇവർ 3 പേരടങ്ങുന്ന സംഘം ഈ കാര്യങ്ങൾ വ്യക്തമായി കേൾക്കട്ടെ, നിഷ്പക്ഷമായി കേൾക്കട്ടെ, തനിക്ക് പറയാനുള്ളതും തൻ്റെ കയ്യിലെ തെളിവുകളെല്ലാം അവർക്ക് മുന്നിൽ ഹാജരാക്കാമെന്നാണ് അൻസിബ മറുപടിയായി നൽകിയത്. പക്ഷെ അതിനൊരു പ്രതികരണം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. നിലവിൽ ഇന്നും ഇപ്പോൾ അമ്മയിൽ ചില യോഗങ്ങൾ നടക്കുന്നുണ്ട്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളുടെ യോഗമാണ് നടക്കുന്നത്. എന്തായിരിക്കും അൻസിബയുടെ ഈ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിന് മറുപടി എന്തായിരിക്കും സംഘടന നൽകുക, പ്രസിഡന്റ് നൽകുക എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട് എൽദോ, അതായത് ഈ ഒരു പരാതിയിൽ തന്നെ മറ്റൊരു പരാതി മുഖ്യമന്ത്രിക്കും ആഭ്യന്തര മന്ത്രിക്കും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. അത് ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയാണ്. നേരത്തെ തന്നെ അൻസിബ പറഞ്ഞു താൻ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തി, തന്നെക്കുറിച്ച് അവിഹിത കഥകൾ മെനഞ്ഞുണ്ടാക്കി. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ടിനി ടോമിനെതിരെ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ നടി ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയെ തുടർന്ന് അൻസിബയെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഏകദേശം 3 മണിക്കൂർ തന്നെ മാനസികമായി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തികൾ വേദനയുണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തുറ SIക്കെതിരെയും അൻസിബ പോലീസിന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ പരാതിയിൽ തൃപ്പൂണിത്തുറ SIയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അൻസിബ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഒരു കാര്യം മാത്രം, ഈ പ്രത്യേക ഒരു സമിതി രൂപീകരിക്കണമെന്ന് അൻസിബ ആവശ്യപ്പെട്ടിരുന്നല്ലോ അമ്മയോട്, അത് അംഗീകരിക്കുന്നുണ്ടോ? അതിലിപ്പോൾ നിലവിൽ അമ്മ സംഘടന യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രസിഡന്റ് ശ്വേത മേനോനും മറ്റു ചില അംഗങ്ങളും ചേർന്ന് ഹൻസിബയുടെ പരാതി കേൾക്കാമെന്നായിരുന്നു ആദ്യം തീരുമാനമെടുത്തത്. പക്ഷെ അൻസിബ പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയാണ് താൻ പരാതി നൽകിയത്. അവർ ഈ പറയുന്ന തന്റെ പരാതി കേൾക്കാനിരിക്കുന്നവർക്ക് അനുകൂലമാകുന്ന ഒരു നിലപാടെടുക്കുമോ, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് തന്റെ പരാതി കേൾക്കുന്നത്, അത് എപ്പോഴെങ്ങനെയാണ് തനിക്ക് നീതി ഉറപ്പാക്കുക? അതുകൊണ്ട് ഈ കമ്മിറ്റിയിൽ ഇല്ലാതെ
ഇല്ലാത്ത നിഷ്പക്ഷമായി നിൽക്കുന്ന 3 പേര് വേണം. ആ 3 പേരുടെ പേര് ഹൻസിബ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്ന് മാലാ പാർവതി, മറ്റൊന്ന് MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ. ഇവരെ 3 പേരുടെ പേര് ഇവരായിരിക്കണം തൻ്റെ പരാതി കേൾക്കുക, അല്ലെങ്കിൽ കമ്മിറ്റിയിലില്ലാത്ത മറ്റ് നിഷ്പക്ഷമായി നിൽക്കുന്നു എന്ന് തനിക്ക് ഉറപ്പുള്ളവർ ആയിരിക്കണം തൻ്റെ പരാതി കേൾക്കുക എന്നതാണ് ഹൻസിബ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും സംഘടന അതിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റോ കമ്മിറ്റിയോ ഇതിലൊരു തീരുമാനം എടുത്തതായി ഇതുവരയ്ക്കും ലഭ്യമായിട്ടുമില്ല. റൈറ്റ്, നവമിയാണ് വിവരങ്ങളുമായി ചേർന്നത് കൊച്ചിയിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.